ഷീൽഡാണെന്ന് പറഞ്ഞ് സ്പോൺസർ ഉണ്ണികൃഷ്ണനാണ് പീഠം എത്തിച്ചതെന്ന് സഹോദരി മാധ്യമങ്ങളോട് പറഞ്ഞു. സഹോദരിയുടെ വാക്കുകൾ കേൾക്കാം. അതായത് 25-ാം തീയതി വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്തു വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പോൾ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും, അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പോൾ അന്ന് ആരും വന്നില്ല, ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവര് വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ ഉടനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്, നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. അവൻ സ്പോൺസർ ചെയ്തതാണ്. സാധാരണ ഒരെണ്ണം അവൻ തനിയെ സ്പോൺസർ ചെയ്യാറില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്റെ സ്വന്തം സഹോദരനാണ്. അവൻ ഒന്നും തനിയെ സ്പോൺസർ ചെയ്യാറില്ല. അവിടെ ഉള്ളവര് എന്തെങ്കിലും വെച്ച് അവരുടെ ജീവിതത്തിൽ സമ്പാദ്യത്തിൽ വന്നാൽ അവര് ശബരിമല വിശ്വാസികളാണ്, അത് ഇവൻ വഴിയേ ചെയ്യൂ. ഇത് ഇന്നലെയോ അല്ലല്ലോ ശബരിമലയിൽ പോകുന്നതും ഓരോന്നും ചെയ്യുന്നതും. ശബരിമലയിൽ കൊണ്ടു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ എന്ന് പണ്ട് 19 ഇവരാണ് ചെയ്തത്. ഒരെണ്ണം പിന്നീട് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് അന്ന് പറഞ്ഞത്. പിന്നീട് വന്ന് ആ കൊണ്ടുവന്നത് മാച്ചാവാത്തപ്പോ അത് തന്നെ വലുതാക്കിയതാണോ ഇനി വേറൊന്ന് കൊണ്ടു കൊടുത്തോ എന്നുള്ളത് ഒരു വ്യക്തത വരുന്നില്ല കേട്ടോ. അത് പീഠമാണെന്നുള്ള ഒരു ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് സ്പോൺസറായ പരാതി ആദ്യം പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. പരാതി പറഞ്ഞ ആ ആൾ തന്നെയാണ്, ആ സ്പോൺസർ തന്നെയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഷീൽഡ് അവിടെ എത്തിച്ചത്. അത് ഷീൽഡാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പീഠം അവിടെ എത്തിച്ചതെന്ന് സഹോദരി പറയുന്നു. അതായത് പരാതിക്കാരൻ തന്നെ ഈ പീഠം മറ്റൊരിടത്തേക്ക് സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒളിപ്പിക്കുന്നു. അതും 25-ാം തീയതിയാണ് അവിടെ കൊണ്ടുവന്നതെന്നും സഹോദരി പറയുന്നു. ഇത്തരത്തിൽ എത്തിച്ച പീഠത്തെ സംബന്ധിച്ച് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായി രംഗത്തെത്തുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇതേ സ്പോൺസർ തന്നെയാണ്. ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഈ പീഠം അവിടെ നിന്നും മോഷണം പോയതാണ്, അതിൽ ദേവസ്വം ബോർഡിൻ്റെ അടക്കം സംശയിക്കുന്നു എന്ന വാക്കുകൾ വി.ഡി. സതീശൻ പറഞ്ഞതും നമ്മൾ നേരത്തെ കേട്ടു. ഇതൊക്കെ കൂട്ടി വായിക്കേണ്ടതുണ്ടോ എന്നതിലാണ്. അതുതന്നെയാണ് വി.എൻ. വാസവൻ സൂചിപ്പിച്ചത്, മന്ത്രി വി.എൻ. വാസവൻ, ദേവസ്വം ബോർഡ് മന്ത്രിയും സൂചിപ്പിച്ചത്. കാരണം ദുരൂഹതയുണ്ട്. കാരണം പരാതിക്കാരൻ തന്നെ പീഠം ഒളിപ്പിക്കുന്നു, അതിനുശേഷം പീഠം കാണാനില്ലെന്ന് അതേ പരാതിക്കാരൻ തന്നെ പറയുന്നു. അതേ പരാതിക്കാരൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെടുക്കുന്നു വിജിലൻസ്. അതോടൊപ്പം ആ സഹോദരി തന്നെ പറയുന്നു ഇതേ പരാതിക്കാരനായ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് അവിടെ പീഠം എത്തിച്ചതെന്ന്. ഈ അർത്ഥത്തിലുള്ള ദുരൂഹതയുടെ കണ്ണികളാണ് അവിടെ ചേർക്കപ്പെടുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി പറയേണ്ടത് അതിനു മുമ്പ് ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ചാണ്. ഇപ്പോൾ സുജു ടി ബാബു സമഗ്ര വിവരങ്ങളുമായി ചേരുകയാണ്. സുജു ടി ബാബു, പരാതിക്കാരൻ തന്നെ ഒളിപ്പിക്കുന്നു, പരാതിക്കാരൻ തന്നെ പരാതി പറയുന്നു, ഇത് സ്പോൺസറായ ഉണ്ണികൃഷ്ണനിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് മാത്രമല്ല ഇതിലെ ആരോപണങ്ങളുടെ ദുരൂഹതകളും കെട്ടഴിയുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ഇതൊക്കെ കൂട്ടി വായിക്കേണ്ടതില്ല. അതാണ് മന്ത്രി വി.എൻ. വാസവൻ ഗൂഢാലോചനയാണ്, ദുരൂഹതയാണ് എന്ന് ആരോപിക്കുമ്പോൾ നമുക്ക് മുമ്പിലേക്ക് എത്തുന്ന വസ്തുതകൾ. സുജു ടി ബാബു സമഗ്രമായി പോയാൽ. തീർച്ചയായിട്ടും അജിംഷാദ, വി.എൻ. വാസവൻ മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് P.S. പ്രശാന്തും അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പ്രശാന്ത് ഉന്നയിക്കുന്ന വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ്, തന്നെ കള്ളനാക്കാനുള്ള ശ്രമമാണ് നടത്തുന്ന P.S. പ്രശാന്ത് പറഞ്ഞു. ഇതിനൊക്കെ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ഇത് കാണുന്ന ഈ വാർത്തകൾ കേൾക്കുന്ന ആർക്കും ഇത്തരമൊരു സംശയം തോന്നും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ, അതായത് ഈ പീഠം ഒളിപ്പിച്ചു വെച്ച ആൾ അല്ലെങ്കിൽ ബന്ധുവിൻ്റെ വീട്ടിൽ സൂക്ഷിക്കുകയും പിന്നീട് ഇപ്പോൾ സഹോദരി മിനിയുടെ വീട്ടിൽ ഈ പീഠം എത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇത്തരമൊരു സംഭവം, അതായത് പീഠം കാണാനില്ല, താൻ നൽകിയ സ്പോൺസർ ചെയ്ത പീഠം ശബരിമലയിൽ നിന്ന് നഷ്ടമായ എന്ന തരത്തിൽ പരാതിപ്പെടുന്നത്. അതിനടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ കാര്യത്തിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുന്നത്. ദേവസ്വം വിജിലൻസ് തന്നെയാണ് കൃത്യമായി അന്വേഷണം നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തുന്നത്. ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ ഗൂഢാലോചന മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഈ പീഠം എവിടെ പോയെന്നും അത് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് അത് കണ്ടെത്തുന്നില്ല എന്ന ചോദ്യം വരും. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉയർത്തിയ ആരോപണം അതേപടി നിലനിൽക്കും. എന്നാൽ വി.ഡി. സതീശൻ ഉന്നയിച്ച ആരോപണം രാഷ്ട്രീയ ആരോപണമാണെന്നും അത് ദേവസ്വം വകുപ്പ് മന്ത്രിയും ബോർഡൊക്കെ തന്നെ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. കാരണം അവരുടെ കാലത്ത്, അതായത് UDF കാലത്തെ അനുഭവം വെച്ചായിരിക്കാം വി.ഡി. സതീശൻ അത്തരമൊരു ആരോപണം ഉന്നയിച്ചെന്നാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. എന്തായാലും അത്തരം ആരോപണം ഉന്നയിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ച ആരോപണത്തിന് പിന്നാലെ വ്യാജ ആരോപണം, അതായത് പീഠം കാണാനില്ല, എവിടെ പോയി എന്ന് അറിയില്ലെന്ന് പറഞ്ഞ വ്യാജ ആരോപണത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ
ഇത്തരം ഒരു ആരോപണം ദേവസ്വം ബോർഡിനും മന്ത്രിക്കുമൊക്കെ എതിരെ ഉന്നയിക്കുന്നത്. ഇത് കൂട്ടി വായിക്കുമ്പോൾ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് ആളുകൾ സംശയിച്ചാൽ അതിന് ഉത്തരം ലഭിക്കുക അത്ര പ്രയാസമുള്ള കാര്യമല്ല. എന്തായാലും അത്തരം ഒരു ആരോപണമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഈ ആരോപണത്തിലെ കളവ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്ന് വന്നിരിക്കുന്ന ദേവസ്വം വിജിലൻസ് തന്നെയാണ്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് പോലെ ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തിന് അറിയിരുന്നില്ല ഈ കോട്ടയം സ്വദേശിയായ മറ്റൊരാളുടെ അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി, അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു ഈ പീഠമുണ്ടായെന്ന് അറിയില്ലായിരുന്നെങ്കിൽ അത് കണ്ടെത്തുമ്പോഴെങ്കിലും ദേവസ്വം വിജിലൻസിനെയോ ദേവസ്വം ബോർഡിനെയോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയിക്കാം, ഇങ്ങനൊരു അബദ്ധം പിണഞ്ഞു, ഇങ്ങനൊരു കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി, ഈ പീഠം ഞങ്ങളുടെ കൈവശം തന്നെ ഉണ്ടായിരുന്നു, അത് തെറ്റായി പറഞ്ഞാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അത്തരം ഒരു ശ്രമം നടത്തുന്നതിന് പകരം അത് സഹോദരിയുടെ സഹോദരി മിനി ദേവിയുടെ പ്രതികരണമാണ് കേട്ട. മിനി ദേവി പറയുന്നതനുസരിച്ച് 25-ാം തീയതി വ്യാഴാഴ്ചയാണ് ഈ പീഠം വീട്ടിൽ കൊണ്ടെത്തിക്കുന്നത്. അത് കൃത്യമായി എന്താണെന്ന് പോലും പറയാതെയാണ് എത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മറച്ചുവെച്ചു? അതോടുകൂടി തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനും ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ ഗൂഢാലോചന ഈ വിഷയത്തിൽ സർക്കാരും ബോർഡും സംശയിക്കുന്നത്. അജിംഷാദ്, അത്തരത്തിലുള്ള സംശയങ്ങൾ ബലപ്പെടുന്ന വശങ്ങൾ തന്നെയാണ് ഇപ്പോൾ സുജു ടി ബാബുവും വിശദീകരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ബോധ്യമാകുന്നത്. കാരണം ഈ സഹോദരി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ 4 ദിവസം മുമ്പ് 25-ാം തീയതിയാണ് എത്തിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ബോധപൂർവം സ്വാഭാവികമായി നേരത്തെ സുജു ടി ബാബു പറഞ്ഞ കണക്ക് ഇതിനകത്ത് സത്യസന്ധമായൊരു ഇടപെടലായിരുന്നുവെങ്കിൽ ഈ പരാതിക്കാരൻ തന്നെ, കാരണം പീഠം കാണാനില്ല എന്ന് പറഞ്ഞ പരാതിക്കാരനായ സ്പോൺസർ തന്നെ രംഗത്തെത്തി പറയാമായിരുന്നു ഈ പീഠം തൻ്റെ കൈവശം കിട്ടി, തൻ്റെ ബന്ധുവിൻ്റെ കൈവശമുണ്ട്, അത് സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റുകയാണെന്ന് അറിയിക്കാമായിരുന്നു. മറിച്ച് വിജിലൻസ് കണ്ടെടുക്കുന്നത് വരെ ഇതൊന്നും പറയാതിരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോഴാണ് പുറത്ത് നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ച വാദങ്ങളുമായി ഇതിനെ കൂട്ടിക്കെട്ടേണ്ടത്. കാരണം ദേവസ്വം ബോർഡിനെ സ്വാഭാവികമായി ഇകഴ്ത്താനുള്ള ഒരു ശ്രമം ആസൂത്രിതമായി നടന്നിട്ടുണ്ടോ? അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഭാഗവാക്കാക്കുകയായിരുന്നോ? അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അത്തരത്തിലുള്ള രാഷ്ട്രീയമായ കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്ന എല്ലാ വസ്തുതകളും തെളിയുകയാണ് സുജു ടി ബാബുവിടെ. തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം. ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് കൃത്യം 5 ദിവസം മുമ്പാണ് ഈ വിവാദം വരുന്നത്. അതായത് ഈ വിവാദം ഉണ്ടാകുന്ന സമയം വളരെ പ്രസക്തമാണ്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുമ്പ്. ഇതിന് പിന്നാലെയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വന്നത്. ആ പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതായത് അയ്യപ്പൻ്റെ സ്വർണ്ണമെടുത്ത അടിച്ചു മാറ്റിയവർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം, അതായത് പ്രതിപക്ഷ നേതാവിന് അത്തരം ഒരു ആരോപണം ഉന്നയിക്കാൻ അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുമ്പ് ഈ വിവാദം ഉണ്ടാകുന്നതും എങ്ങനെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പരാതിപ്പെടുന്നു, താൻ നൽകിയ ഈ പീഠം ശബരിമലയിൽ ഇല്ല എന്ന്, ദാപര ശില്പത്തിൻ്റെ താഴെയുള്ള. അതിന് മറ്റു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്വർണ്ണപ്പാളി, ഈ ദാപര ശില്പവുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പാളി പുറത്ത് സ്വർണ്ണം പൂശുകയാണ്. ഇത് കോടതിയെ അറിയിക്കുന്നുണ്ടല്ലോ അല്ലേ? കോടതി ഇന്ന് സർക്കാർ അറിയിക്കും. ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഈ പരാതി പറഞ്ഞ ഉണ്ണികൃഷ്ണൻ്റെ പോറ്റിയുടെ വീട്ടിൽ നിന്ന്, മീൻസ് സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കാര്യം കോടതിയിൽ നിന്ന് അറിയിക്കുന്നുണ്ട് സർക്കാർ അല്ലേ? തീർച്ചയായിട്ടും കോടതി അറിയിക്കേണ്ടതാണ്. കാരണം കോടതിയുടെ നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം. കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ മുമ്പിൽ വന്ന പരാതി, കോടതിയുടെ മുമ്പിൽ വന്ന തെളിവുകൾ, ആ കാര്യത്തിൽ തീർച്ചയായിട്ടും കോടതി അക്കാര്യത്തിൽ നടത്തിയ ഇടപെടൽ സ്വാഗതം ചെയ്യുക തന്നെയാണ്. അല്ലെങ്കിൽ കോടതി ഇടപെടലിനെ ദേവസ്വം ബോർഡും തള്ളിപ്പറയുന്നില്ല. കോടതിക്ക് മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി പരാതി അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശങ്ങൾ നൽകുന്നത്. തീർച്ചയായും ഞാൻ പിന്നീട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തിരിച്ചെത്താം.